വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഒരു വലിയ ദുരന്തം അരങ്ങേറിയ രാത്രിയായിരുന്നു ഈ കഴിഞ്ഞുപോയത്. കോടിക്കണക്കിന് ബ്രസീലിയൻ ആരാധകർ നെഞ്ചിലേറ്റിയ സ്വപ്നം തകർന്നു വീണ ഒരു രാത്രി. ലോക ഫുട്ബോളിനെ ഞെട്ടിച്ചുകൊണ്ട് നോർവേ വിജയിച്ചു കയറിയ രാത്രി. ഫുട്ബോളിൽ ചില രാത്രികൾ ചരിത്രം എഴുതും, ചില രാത്രികൾ ചരിത്രം മാറ്റി എഴുതും. എന്നാൽ ചില രാത്രികൾ ഒരു സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് സാക്ഷ്യം വഹിക്കും. ഇന്ന് ലോകം കണ്ടത് അത്തരമൊരു രാത്രിയായിരുന്നു. 5 ലോകകപ്പ് കിരീടങ്ങളുടെ മഹത്വം പേറുന്ന ബ്രസീൽ, ലോകം മുഴുവനും ആരാധകരുള്ള സെലസാവോ, ഓരോ ലോകകപ്പിലും കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഫുട്ബോളിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന്. എന്നാൽ ഇന്ന് ആ വൻമരം കടപുഴകി വീണു. മറുവശത്ത് വലിയ ടൂർണമെന്റുകളിൽ എന്നും അണ്ടർഡോഗ് എന്ന വിശേഷണം മാത്രം ഏറ്റുവാങ്ങിയ നോർവേ. പക്ഷെ ആ ടീമിന് ഇന്നൊരു കാര്യം തെളിയിക്കുവാനുണ്ടായിരുന്നു. ഫുട്ബോൾ എന്നുള്ളത് ചരിത്രമല്ല, ഫുട്ബോൾ എന്നുള്ളത് ജേഴ്സിയുടെ ഭാരമല്ല, ഫുട്ബോൾ എന്നത് പേരിന്റെ മഹത്വവുമല്ല, മറിച്ച് 90 മിനിറ്റിൽ ആരാണ് കൂടുതൽ ധൈര്യത്തോടെയും കൃത്യതയോടെയും കളിക്കുന്നത് എന്നുള്ളതായിരുന്നു. ആ സന്ദേശം ലോകത്തോട് നോർവേ വിളിച്ചു പറഞ്ഞ രാത്രി കൂടിയായിരുന്നു ഇത്. ബ്രസീലിനെതിരെ 1-2 ഗോളുകൾക്ക് നോർവേ വിജയിച്ചു കയറിയിരിക്കുന്നു. അതിനേക്കാൾ വലിയ വാർത്ത ബ്രസീൽ ഈ ലോകകപ്പിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായിരുന്നു. മഞ്ഞ ജേഴ്സികളുടെ സമുദ്രം പോലെ ബ്രസീൽ ആരാധകർ ഇരിപ്പിടങ്ങൾ നിറച്ചു. ഡ്രമ്മ്, പാട്ട്, പതാകകൾ, എല്ലായിടത്തും ആഘോഷത്തിന്റെ പ്രതീക്ഷയുടെ നിമിഷങ്ങൾ. മറുവശത്ത് നോർവേ ആരാധകർ, അവർ എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും ആത്മവിശ്വാസത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. കളി തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ക്യാമറ ബ്രസീൽ താരങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞപ്പോൾ ആത്മവിശ്വാസം ഓരോ മുഖങ്ങളിലും വ്യക്തമായിരുന്നു. എന്നാൽ നോർവേ താരങ്ങളുടെ കണ്ണുകളിൽ കണ്ടത് മറ്റൊന്നായിരുന്നു. അത് ചരിത്രം സൃഷ്ടിക്കുവാൻ വന്നവരുടെ കണ്ണുകളായിരുന്നു. കളി തുടങ്ങിയ ആദ്യ നിമിഷത്തിൽ തന്നെ പന്തിന്റെ നിയന്ത്രണം നോർവേയുടെ കൈകളിലെത്തി. അത് ബ്രസീലിയൻ ആരാധകരെ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ചെറിയ പാസുകൾ, വേഗത്തിലുള്ള പൊസഷൻ, വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റം. ആദ്യ 5 മിനിറ്റുകൾ കണ്ടപ്പോൾ തന്നെ ഈ മത്സരത്തിന്റെ ഗതി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സൂചന നോർവേ നൽകി കഴിഞ്ഞു. എന്നാൽ കളിയുടെ 3-ാം മിനിറ്റിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് നോർവേ ബ്രസീലിന്റെ വല കുലുക്കി. പക്ഷേ നിർഭാഗ്യവശാൽ റഫറി അത് ഓഫ്സൈഡായി വിധിച്ചു. തുടർന്ന് ലോകം കണ്ടത് നോർവേയുടെ മറ്റൊരു പദ്ധതിയായിരുന്നു. അവർ ബ്രസീലിനെ ആക്രമിക്കുവാൻ ആദ്യം ഓടിയില്ല, പകരം ബ്രസീലിനെ മുൻപോട്ട് വരുവാൻ അനുവദിച്ചു. ബ്രസീൽ കൂടുതൽ മുൻപോട്ട് വന്നതോടെ പിന്നിൽ ഒഴിവാകുന്ന ഇടങ്ങൾ അതവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതായിരുന്നു അവരുടെ ആദ്യത്തെ വലിയ തന്ത്രം. അതോടെ മിഡ്ഫീൽഡിൽ ബ്രസീലിന്റെ കളി പതുക്കെ കുടുങ്ങുവാൻ തുടങ്ങി. സാധാരണ ബ്രസീൽ നടത്തുന്ന 1 ടച്ച് കോമ്പിനേഷനുകൾ ഇന്ന് അത്ര എളുപ്പത്തിൽ വിജയിച്ചില്ല. ഓരോ പാസിനും മുൻപിൽ ഓരോ നോർവേ താരം, ഓരോ ഓട്ടത്തിനും പിന്നാലെ ഒരു നിഴൽ പോലെ നോർവേയുടെ പ്രതിരോധം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇന്ന് നോർവേ ഭാഗ്യത്തെ ആശ്രയിച്ചല്ല കളിക്കുന്നത്, പൂർണ്ണമായ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. മത്സരം മുൻപോട്ട് പോകുമ്പോൾ ബ്രസീലിന്റെ ആദ്യത്തെ ശക്തമായൊരു മുന്നേറ്റം വന്നു. സ്റ്റേഡിയം മുഴുവനും എഴുന്നേറ്റ് നിന്നൊരു നിമിഷം. പക്ഷേ അവസാന നിമിഷത്തിലെ ഒരു പ്രതിരോധത്തിൽ തട്ടി അത് തകർന്നു വീണു. ആ ഒരൊറ്റ നിമിഷം നോർവേക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. കാരണം അവർക്ക് ഉറപ്പായി, ഈ ബ്രസീലിനെ തടഞ്ഞു നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്. അതിനുശേഷം കളിയുടെ താളം പതിയെ മാറി തുടങ്ങി. മത്സരത്തിന്റെ നിയന്ത്രണം പതിയെ നോർവേയുടെ ഭാഗത്തേക്ക് വഴുതി പോവുകയായിരുന്നു. അതാണ് ഫുട്ബോളിലെ ഏറ്റവും അപകടകരമായ അവസ്ഥ. പന്ത് കൈവശമുണ്ടെങ്കിലും മത്സരം നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ബ്രസീൽ അറിയാതെ തന്നെ ആ വലയിലേക്ക് വീഴുകയായിരുന്നു. ഓരോ മിനിറ്റും കടന്നു പോകും തോറും നോർവേയുടെ ആത്മവിശ്വാസം വളരുവാൻ തുടങ്ങി. തുടർന്നവർ പ്രതിരോധത്തിൽ മാത്രം നിന്നില്ല, അവസരം കിട്ടുമ്പോഴൊക്കെ അതിവേഗ കൗണ്ടർ അറ്റാക്കുകളിലൂടെ ബ്രസീലിനെ പരീക്ഷിക്കുവാൻ തുടങ്ങി. അവിടെയാണ് ബ്രസീലിന്റെ പ്രതിരോധത്തിലെ ചെറിയ വിള്ളലുകൾ ആദ്യമായി പ്രകടമായത്. അത് അന്നേരം ആരും വലിയ പ്രശ്നമായി കണ്ടില്ല. പക്ഷേ പിന്നീട് അത് തന്നെയായിരുന്നു ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നം തകർക്കുന്ന ഏറ്റവും വലിയ കാരണമായി മാറിയത്. മത്സരം തുടങ്ങി 13-ാം മിനിറ്റിൽ തന്നെ ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചു. നോർവീജിയൻ ബോക്സിനുള്ളിലേക്ക് ബ്രസീൽ നടത്തിയ ഒരു മികച്ച മുന്നേറ്റത്തിനൊടുവിൽ പ്രതിരോധ താരം ക്രിസ്റ്റഫർ അജർ പന്ത് ക്ലിയർ ചെയ്യുവാനുള്ള ശ്രമത്തിനിടയിൽ ബ്രസീൽ താരത്തെ ഫൗൾ ചെയ്തു. റഫറി ഉടൻ തന്നെ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. സാധാരണയായി ഇത്തരം നിർണായക നിമിഷങ്ങളിൽ വിനീഷ്യസ് ജൂനിയറോ അല്ലെങ്കിൽ ടീമിലെ മറ്റ് പ്രധാന ആക്രമണ നിര താരങ്ങളോ ആണ് പെനാൽറ്റി എടുക്കാറുള്ളത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മിഡ്ഫീൽഡർ ബ്രൂണോ ഗുമറോസ് ആണ് കിക്കെടുക്കുവാൻ മുൻപോട്ട് വന്നത്. ഇത് ടീമിന്റെ മുൻകൂട്ടിയുള്ള തന്ത്രമായിരുന്നോ അതോ കളിക്കളത്തിലെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പന്ത് വലയിലെത്തിക്കുവാൻ ബ്രൂണോയ്ക്ക് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ലഭിച്ച പെനാൽറ്റി ആയതുകൊണ്ട് ബ്രസീലിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. ആദ്യ ഗോൾ നേടി കളി കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ബ്രൂണോയുടെ ശ്രമത്തിൽ അല്പം കൃത്യത കുറഞ്ഞുപോയി. നോർവേയുടെ ഗോൾ കീപ്പർ നൈലാൻഡിന്റെ മികച്ച ഫോമും കൂടിയായപ്പോൾ ബ്രസീലിന് ആ സുവർണ അവസരം നഷ്ടമാവുകയായിരുന്നു.
ഈ പെനാൽറ്റി നഷ്ടമാണ് മത്സരത്തിൽ ബ്രസീലിന്റെ ആത്മവിശ്വാസം തകർത്തതും പിന്നീട് നോർവേക്ക് കളിയിലേക്ക് തിരിച്ചു വരുവാൻ ഊർജം നൽകിയതും. ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും ഒരു കാര്യം വ്യക്തമായിരുന്നു: ഈ മത്സരം ബ്രസീൽ എളുപ്പത്തിൽ ജയിക്കില്ല. കാരണം നോർവേ തോൽക്കാതിരിക്കുവാൻ വേണ്ടിയല്ല കളിക്കുന്നത്, വിജയിക്കുവാൻ വേണ്ടി തന്നെയാണ്. ആ തിരിച്ചറിവ് സ്റ്റേഡിയത്തിലെ ഓരോ ബ്രസീലിയൻ ആരാധകരെയും അലട്ടുവാൻ തുടങ്ങിയിരുന്നു. ബ്രസീൽ ബെഞ്ചിൽ ആശങ്ക പ്രകടമായി. എന്നാൽ നോർവേ താരങ്ങളുടെ മുഖത്ത് കണ്ടത് ഒരു ചെറിയ പുഞ്ചിരി മാത്രം. അവർക്കറിയാമായിരുന്നു ബ്രസീലിന്റെ കോട്ടയ്ക്ക് ആദ്യത്തെ വിള്ളൽ വീണ് കഴിഞ്ഞുവെന്ന്. എന്നാൽ യഥാർത്ഥ കൊടുങ്കാറ്റ് ഇനിയും ആരംഭിച്ചിരുന്നില്ല. രണ്ടാം പകുതിയിൽ ലോക ഫുട്ബോളിനെ ഞെട്ടിച്ച സംഭവങ്ങളാണ് അരങ്ങേറിയത്. അതെ, ബ്രസീൽ ആരാധകർ ഒരിക്കലും ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങൾ. നോർവേയുടെ ആരാധകർ തലമുറകളോളം അഭിമാനത്തോടെ പറയുന്ന ചരിത്ര നിമിഷം. ആദ്യ പകുതി അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മത്സരത്തിന്റെ ആത്മാവ് അത് ശരിക്കും മാറിക്കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ ബ്രസീൽ ശരിക്കും കൂടുതൽ ആക്രമണോത്സുകതരായി. ഡിഫൻഡർമാർ പോലും മധ്യനിരയ്ക്ക് മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഫുൾ ബാക്കുകൾ നിരന്തരം ഓവർലാപ്പ് ചെയ്യുവാൻ തുടങ്ങി. വിങ്ങുകളിൽ നിന്ന് ക്രോസുകളും എത്തിത്തുടങ്ങി. സ്റ്റേഡിയത്തിൽ ഇരുന്ന ബ്രസീൽ ആരാധകർ വീണ്ടും പ്രതീക്ഷയിലായി. ഇതാണ് യഥാർത്ഥ ബ്രസീൽ. എന്നാൽ അവർ കാണാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു. ഓരോ ആക്രമണത്തിന്റെയും പിൻപിൽ ബ്രസീലിന്റെ പ്രതിരോധം കൂടുതൽ തുറന്നു കിടക്കുകയായിരുന്നു. നോർവേ അതിനുവേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു. അവസാനം മത്സരത്തിലെ ആദ്യത്തെ ആ നിർണായകമായ നിമിഷമെത്തി. മിഡ്ഫീൽഡിൽ ബ്രസീലിന്റെ ഒരു പാസ് തടഞ്ഞെടുത്ത നോർവേ ഒരു നിമിഷം പോലും പാഴാക്കാതെ മുൻപോട്ട് കുതിച്ചു. 3-4 പാസുകൾ, അതിവേഗത്തിലുള്ള മുന്നേറ്റം. ഒരു നിമിഷം മുമ്പ് ആക്രമണത്തിലായിരുന്ന ബ്രസീൽ ടീം ഇപ്പോൾ സ്വന്തം ഗോൾ വല രക്ഷിക്കുവാൻ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. അവിടെ ബോക്സിനുള്ളിലേക്ക് ഉയർന്നു വന്നൊരു പന്തിൽ നോർവേയുടെ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് ഉയർന്നു ചാടി തലവെക്കുന്നു. പന്ത് കൃത്യമായി ബ്രസീലിയൻ വല കുലുക്കി. സ്റ്റേഡിയം ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി പോയി. പിന്നീട് കേട്ടത് നോർവേ ആരാധകരുടെ ആർപ്പുവിളികൾ മാത്രം. ബ്രസീലിനെതിരെ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ നോർവേ 1-0 മുൻപിലെത്തിയിരിക്കുന്നു. ഈ ഗോൾ ശരിക്കും മത്സരത്തിന്റെ മാനസികാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. തുടർന്ന് ബ്രസീൽ പിന്തുടരുന്ന ടീമായി മാറി, നോർവേ നിയന്ത്രിക്കുന്ന ടീമുമായി. അതിനുശേഷം ബ്രസീൽ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. മറ്റൊരവസരം, തുടർച്ചയായ സമ്മർദ്ദം. പക്ഷേ നോർവേയുടെ ഗോൾ കീപ്പർ ഓരോ പന്തിന്റെ മുൻപിലും ഒരു ചൈനീസ് വൻമതിൽ പോലെ ഉറച്ചു നിന്നു. എന്തൊരു ഉജ്ജ്വലമായ സേവുകളായിരുന്നു അയാൾ നടത്തിയത്. അർജന്റീനയ്ക്കും മെസ്സിക്കുമെതിരെ കാബോ വെർഡയുടെ ഗോൾ കീപ്പർ വൊസീഞ്ഞോ നടത്തിയ പ്രകടനത്തെ അനുസ്മരിപ്പിക്കുന്ന കിടിലൻ സേവുകളായിരുന്നു പിന്നീട് കണ്ടത്. ഓരോ ക്ലിയറൻസിനും പിന്നാലെ വീണ്ടും വീണ്ടും ബ്രസീൽ എത്തിക്കൊണ്ടേയിരുന്നു. കാരണം അവർക്കത് ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ നോർവേയുടെ പ്രതിരോധം അത് വളരെ കൃത്യമായി അവരെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തു. നോർവേ വീണ്ടും ശാന്തമായി കളി തുടങ്ങി. പരിഭ്രമമില്ല, അവസരമില്ലാതെ വെറും ദീർഘമായ ഷോട്ടുകളില്ല. വെറുതെ പന്ത് അവർ കളഞ്ഞില്ല, അവർ കാത്തിരുന്നു. ബ്രസീൽ വീണ്ടും മുൻപിലേക്ക് കയറി വരുന്നതുവരെയോളം കാത്തിരുന്നു. അവസാനം ആ നിമിഷം വീണ്ടും എത്തുകയാണ്. ബ്രസീലിന്റെ ഒരു കോർണർ, എല്ലാവരും മുൻപിലേക്ക്. പന്ത് ക്ലിയർ ചെയ്തു. നോർവേയുടെ അതിവേഗമായ കൗണ്ടർ അറ്റാക്ക് ആരംഭിച്ചു. പന്ത് മധ്യനിര കടന്നു. 2 പ്രതിരോധ താരങ്ങൾ മാത്രം ബാക്കി. ഒരു കൃത്യമായ ത്രൂ പാസ്. ആ നിമിഷം മുഴുവൻ സ്റ്റേഡിയത്തിന്റെയും ശ്വാസം നിലച്ചതുപോലെയായിരുന്നു. എർലിംഗ് ഹാലൻഡ് തന്നെ വീണ്ടും ബ്രസീലിന്റെ നെഞ്ചിലേക്ക് അതിശക്തമായി നിറയൊഴിച്ചു കളഞ്ഞു. നോർവേ 2, ബ്രസീൽ 0. ഇവിടെ പിറന്നത് വെറും ഒരു ഗോൾ മാത്രമായിരുന്നില്ല. ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നത്തിൽ പതിച്ച അവസാനത്തെ പ്രഹരം കൂടിയായിരുന്നു. ശേഷിച്ച മിനിറ്റുകളിൽ ബ്രസീൽ എല്ലാം പരീക്ഷിച്ചു. ലോങ് ബോൾ, വിങ് പ്ലേ, ദൂരത്തു നിന്നുള്ള ഷോട്ടുകൾ, സെറ്റ് പീസുകൾ, പകരക്കാരെ ഇറക്കി ആക്രമണം ശക്തമാക്കി. പക്ഷേ നോർവേയുടെ പ്രതിരോധം ഒരു മതിൽ പോലെ ഉറച്ചു നിന്നു. അവസാന നിമിഷത്തെ ഒരു കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ നോർവേയുടെ ബോക്സിനുള്ളിൽ ബ്രസീലിന് ആശ്വാസമായി റഫറി ഒരു ഫൗൾ വിസിൽ മുഴക്കി. തുടർന്ന് പെനാൽറ്റി പോയിന്റിലേക്ക് അയാൾ വിരൽ ചൂണ്ടി. പക്ഷേ കളി അവസാനിക്കുവാൻ 10 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ 2 ഗോളുകൾ മടക്കിയടിച്ച് സമനില പിടിക്കുവാൻ തക്കവിധമുള്ള അത്ഭുതങ്ങളൊന്നും നെയ്മർ അടക്കമുള്ള ഒരു ബ്രസീലിയൻ താരങ്ങളുടെയും കാലുകളിൽ ഉണ്ടായിരുന്നില്ല. പെനാൽറ്റി കിക്ക് എടുക്കുവാൻ നെയ്മർ ജൂനിയർ ആണ് എത്തിയത്. അദ്ദേഹം ആ പന്ത് വളരെ കൃത്യതയോടെ നോർവേയുടെ വലയിലെത്തിച്ചു. അതോടെ സ്കോർ ലൈൻ 2-1. അടുത്ത നിമിഷം റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങി. ആ വിസിലിനൊപ്പം 2 വ്യത്യസ്ത ലോകങ്ങൾ ജനിക്കുകയായിരുന്നു. ഒരു വശത്ത് സങ്കടത്തിന്റെ കണ്ണുനീർ, നിരാശ, നിശബ്ദത. തലകുനിച്ചു മൈതാനം വിട്ടുപോകുന്ന ബ്രസീൽ താരങ്ങൾ. 5 ലോകകപ്പ് കിരീടങ്ങളുടെ അഭിമാനം പേറിയ രാജ്യം ഈ ലോകകപ്പിനോട് കണ്ണുനീരോടെ വിട പറയുകയായിരുന്നു. മറുവശത്ത് ചരിത്രം സൃഷ്ടിച്ച നോർവേ, അവർ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. ബ്രസീലിന്റെ ഈ തോൽവി വെറും ഒരു ഭാഗ്യക്കേടാണോ? ഒരിക്കലുമല്ല. ബ്രസീലിന്റെ പുറത്താകലിന് പിന്നിൽ ഈ മത്സരത്തിലെ 90 മിനിറ്റിനേക്കാൾ വലിയ ടാക്ടിക്കൽ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിന്റെ യഥാർത്ഥ കഥ.
ബ്രസീലിനെ എങ്ങനെയാണ് നോർവേ കുടുക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഫുട്ബോൾ മത്സരം ജയിക്കുന്നത് എപ്പോഴും മികച്ച താരങ്ങളുള്ള ടീമായിരിക്കണമെന്നില്ല. പലപ്പോഴും മികച്ച പദ്ധതി തയ്യാറാക്കുന്ന ടീമാണ് വിജയിക്കുന്നത്. ബ്രസീൽ നോർവേ മത്സരവും അതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ്. സ്കോർ ബോർഡിൽ നോക്കിയാൽ ഇത് വെറും 2-1 എന്ന ഫലമാണ്. പക്ഷേ ടാക്ടിക്കൽ ബോർഡിലേക്ക് നാം നോക്കിയാൽ ഇത് നോർവേയുടെ ആധിപത്യത്തിന്റെ കഥയാണ് വെളിപ്പെടുത്തുന്നത്. ഈ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നോർവേയുടെ പരിശീലക സംഘം ബ്രസീലിന്റെ ഓരോ ശക്തിയും ഓരോ ദൗർബല്യവും മണിക്കൂറുകൾ എടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. കാരണം മൈതാനത്ത് അവർ നടത്തിയ ഓരോ നീക്കവും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗം പോലെ തന്നെയായിരുന്നു. ബ്രസീലിന്റെ പ്രധാന ശക്തി എന്താണ്? പന്ത് കൈവശം വെക്കുക, ചെറിയ പാസുകളിലൂടെ എതിരാളികളെ വലിച്ചിഴയ്ക്കുക, വിങ്ങുകളിലൂടെ വേഗത്തിൽ മുന്നേറുക, മധ്യനിരയിൽ നിന്നുകൊണ്ട് ആക്രമണത്തെ നിയന്ത്രിക്കുക. ഇതെല്ലാം ലോകം വർഷങ്ങളായി കണ്ടുവരുന്ന ബ്രസീലിയൻ ഫുട്ബോളിന്റെ ശൈലിയാണ്. പക്ഷേ നോർവേ അത് തകർക്കുവാൻ തിരഞ്ഞെടുത്ത മാർഗം അതീവ ബുദ്ധിപരമായിരുന്നു. അവരൊരിക്കലും മുഴുവൻ ടീമിനെയും മുൻപിലേക്ക് കയറ്റി ബ്രസീലിനെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ബ്രസീലിന്റെ വേഗതയേറിയ താരങ്ങൾ അവരുടെ പ്രതിരോധത്തെ കീറി മുറിക്കുമായിരുന്നു. പകരം നോർവേ മധ്യനിരയെ വളരെ ചുരുക്കി നിർത്തി. 2 ലൈനുകൾക്കിടയിലുള്ള അകലം വളരെ കുറച്ചു. ബ്രസീലിന്റെ ക്രിയേറ്റീവ് താരങ്ങൾക്ക് അനായാസം കളിക്കുവാനുള്ള ഇടം തന്നെ അവർ നിഷേധിച്ചു. ഓരോ തവണയും ബ്രസീൽ പന്തുമായി മുന്നേറുമ്പോൾ മുന്നിലൊരാൾ, പുറകിലൊരാൾ, വശങ്ങളിൽ 2 പേർ, അങ്ങനെ 4-5 താരങ്ങൾ ചേർന്ന് അവരുടെ മുന്നേറ്റത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചു. ഇതിനെ ഫുട്ബോളിന്റെ ഭാഷയിൽ സ്പേസ് ഡിനയൽ എന്നാണ് പറയുന്നത്. നോർവേ അത് അത്ഭുതകരമായി നടപ്പാക്കി. ഇതൊക്കെയാണെങ്കിലും ബ്രസീലിന്റെ ഹൈ പ്രസിംഗ് പല അവസരങ്ങളിലും നോർവേയുടെ പ്രതിരോധത്തെ കീറി മുറിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ അവർക്ക് തോൽപ്പിക്കുവാൻ കഴിയാതെ പോയത് നോർവേയുടെ ഗോൾ കീപ്പറെയാണ്. അതെ, ആ ഒരു മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മത്സരത്തിന്റെ കഥ മറ്റൊന്നായി മാറിയേനെ. ബ്രസീലിന്റെ മധ്യനിരയ്ക്ക് പന്ത് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ മുൻപോട്ട് കളിക്കുവാൻ വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വീണ്ടും പിൻപിലേക്ക് പാസ് കളിക്കേണ്ടി വന്നു. ബോൾ പൊസഷൻ ബ്രസീലിനായിരുന്നു, പക്ഷെ കളിയുടെ നിയന്ത്രണം അത് നോർവയ്ക്കായിരുന്നു. ഇതാണ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ബ്രസീൽ പന്ത് കൈവശം വെച്ചെങ്കിലും എവിടെ കളിക്കണം എന്ന് തീരുമാനിച്ചത് നോർവേ ആയിരുന്നു. ബ്രസീലിന്റെ ഫുൾ ബാക്കുകളെ നോർവേ മനഃപൂർവ്വം മുൻപോട്ട് വരുവാൻ അനുവദിച്ചു. അവർക്ക് തടയിടുവാൻ അവർ നിന്നില്ല. കാരണം ആ താരങ്ങൾ മുൻപോട്ട് കയറുമ്പോൾ പിൻപിൽ വലിയ ഇടങ്ങൾ രൂപപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അതാണ് പിന്നീട് കൗണ്ടർ അറ്റാക്കുകളിൽ അവർ നിരന്തരം ഉപയോഗിച്ചത്. ബ്രസീലിന്റെ സെന്റർ ബാക്കുകൾ പലപ്പോഴും വലിയ തുറന്ന സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു. അവർക്ക് 2-3 താരങ്ങളെ ഒരേ സമയം നേരിടേണ്ട സാഹചര്യമുണ്ടായി. ഇത്തരം സാഹചര്യങ്ങൾ സാധാരണ ബ്രസീലിന് അപൂർവമാണ്. ഇനി ബ്രസീലിന്റെ മറ്റൊരു വലിയ പിഴവിലേക്ക് വന്നാൽ, ആക്രമണത്തിനിടയിൽ അവരുടെ മിഡ്ഫീൽഡ് താരങ്ങൾ മുൻപോട്ട് കയറുമ്പോൾ പ്രതിരോധത്തിനും മിഡ്ഫീൽഡിനും ഇടയിൽ വലിയ ശൂന്യത രൂപപ്പെട്ടു. നോർവേ കൃത്യമായി ആ മേഖലയെ ലക്ഷ്യമിട്ടു. അവിടെ പന്ത് ലഭിച്ച ഓരോ തവണയും അവർ ആക്രമണത്തിലേക്ക് കയറി. അവർക്ക് അനാവശ്യമായ പാസുകൾ ഉണ്ടായിരുന്നില്ല. പന്ത് വീണ്ടെടുത്താൽ 3 സെക്കൻഡിനുള്ളിൽ മുന്നേറ്റം, അതായിരുന്നു അവരുടെ നിയമം. ഇതിനെ ലോക ഫുട്ബോളിൽ വെർട്ടിക്കൽ ട്രാൻസിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് ബ്രസീലിന് ഏറ്റവും വലിയ തലവേദനയുമായി മാറിയത്. ഇനി ബ്രസീലിന്റെ മാനസികാവസ്ഥ പരിശോധിക്കണം. ആദ്യ ഗോൾ വഴങ്ങിയതിനു ശേഷം അവർ ശാന്തത കൈവിടുവാൻ തുടങ്ങി. പന്ത് കൂടുതൽ വേഗത്തിൽ മുൻപോട്ട് എത്തിക്കുവാനുള്ള ശ്രമത്തിൽ പാസുകളുടെ കൃത്യതകൾ കുറയുവാൻ തുടങ്ങി. കളിക്കാർ വ്യക്തിഗത മികവിലൂടെ മത്സരം മാറ്റിമറിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ നോക്കൌട്ട് മത്സരങ്ങളിൽ വ്യക്തിഗത മികവിനേക്കാൾ ടീം ഘടനയാണ് വിജയിക്കുന്നത്. അതാണ് നോർവേ ഇന്ന് തെളിയിച്ചത്. ഓരോ താരത്തിനും വ്യക്തമായ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ആരാണ് പ്രസ് ചെയ്യേണ്ടത്, ആരാണ് പിൻപിലേക്ക് കവറിംഗ് നൽകേണ്ടത്, ആരാണ് കൗണ്ടർ ആരംഭിക്കേണ്ടത്, എല്ലാം കൃത്യമായിരുന്നു. അതിനാലാണ് അവർ 90 മിനിറ്റും ഒരേ താളത്തിൽ തന്നെ കളിച്ചത്. ബ്രസീലിന്റെ പരിശീലകൻ പിന്നീട് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അവയിൽ പലതും വൈകിപ്പോയിരുന്നു. പ്രതിരോധത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് പകരം അവർ കൂടുതൽ താരങ്ങളെ മുൻപിലേക്ക് അയച്ചു. അത് ജയിക്കുവാനുള്ള ധൈര്യമായിരുന്നുവെങ്കിലും അതേസമയം അപകടകരമായ തീരുമാനവുമായിരുന്നു. നോർവേ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവസാന വിജയ ഗോളും അതേ സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ് പിറന്നത്. ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ബ്രസീൽ ഈ മത്സരം തോറ്റത് നോർവേ അസാധാരണമായി കളിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ബ്രസീൽ മോശമായി കളിച്ചത് കൊണ്ടാണോ? അതിന്റെ ശരിയായ ഉത്തരം രണ്ടും കൂടി ചേർന്നതാണ്. നോർവേ തങ്ങളുടെ പദ്ധതികൾ പൂർണ്ണതയോടെ നടപ്പാക്കി. അതേസമയം ബ്രസീലിന് സ്വന്തം ശക്തികളെ പോലും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. ഒരു വശത്ത് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു, മറുവശത്ത് പ്രതിഭയുണ്ടായിരുന്നു. അവസാനം വിജയിച്ചത് പദ്ധതിയായിരുന്നു. ഇതുകൊണ്ടാണ് ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾ ഇത്രയും ക്രൂരമായി മാറുന്നത്. ഒരു ചെറിയ ടാക്ടിക്കൽ പിഴവ്, ഒരു നിമിഷത്തെ അശ്രദ്ധ, ഒരു തെറ്റായ തീരുമാനം 4 വർഷത്തെ സ്വപ്നങ്ങളെ ഇല്ലാതെയാക്കി കളയുവാൻ അതുമാത്രം മതി. ബ്രസീലിന് സംഭവിച്ചത് അത് തന്നെയാണ്. എന്നാൽ ഈ മത്സരത്തിൽ ടാക്ടിക്സിന് പുറമെ മറ്റൊരു വലിയ കഥ കൂടിയുണ്ട്. ചില താരങ്ങൾ അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു.
ചിലർ ജീവിതകാലം മുഴുവനും ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിലെടുത്തു പറയേണ്ടത് ബ്രസീലിന് വേണ്ടി ആദ്യത്തെ പെനാൽറ്റി കിക്ക് എടുക്കുവാൻ വേണ്ടി എത്തിയ ബ്രൂണോ ഗുമറേസ് ആണ്. വളരെ ദുർബലമായി തൊടുത്തുവിട്ട ആ ഒരു ഷോട്ട് അത് നോർവേയുടെ ഗോൾ കീപ്പർ തടയുമ്പോൾ നഷ്ടപ്പെട്ടത് ഒരു രാജ്യത്തിന്റെ മുഴുവനും സ്വപ്നങ്ങളാണ്. ആ ഒരു കിക്ക് ബ്രൂണോ ഗുമറേസിനെ ദീർഘകാലം വേട്ടയാടും എന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ് എന്നുള്ളത് എല്ലാവരും പറയും, ശരിയാണ്. പക്ഷേ ചില മത്സരങ്ങളിൽ ഒരു താരത്തിന്റെ ഒരു നിമിഷത്തെ വീഴ്ച, ഒരു ടാക്കിൾ, ഒരു പാസ്, ഒരു നിമിഷത്തെ തീരുമാനം അത് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. നോർവേയുടെ ഇന്നത്തെ വിജയത്തിന്റെ പിൻപിൽ ഒരു താരം മാത്രമല്ല, ഒരു സമ്പൂർണമായ ടീമിന്റെ കൂട്ടായ പരിശ്രമമായിരുന്നു കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇവിടെ ചില മുഖങ്ങൾ അത് പ്രത്യേകം എടുത്തു പറയാതെ ഈ കഥ പൂർണ്ണമാകില്ല. നോർവേയുടെ വിജയശില്പി അത് മറ്റാരുമല്ല, എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും ബ്രസീലിയൻ ഡിഫൻഡർമാർ അദ്ദേഹത്തെ പൂട്ടിയിടുവാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയ സുവർണ അവസരങ്ങൾ അദ്ദേഹം ഗോളാക്കി മാറ്റി. 79-90 മിനിറ്റുകളിൽ 2 മനോഹരമായ ഗോളുകൾ നേടിക്കൊണ്ട് നോർവേയെ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടർ ഫൈനലിലേക്ക് നയിച്ചത് ഈ സൂപ്പർ സ്ട്രൈക്കറാണ്. അടുത്തത് ഗോൾ വലയ്ക്ക് മുൻപിൽ ചൈനയിലെ വൻമതിൽ പോലെ ഉറച്ചു നിന്ന നോർവീജിയൻ ഗോൾ കീപ്പർ നൈലാൻഡ്. കളിയുടെ ആദ്യോടന്തം ബ്രസീലിന്റെ നിരന്തരമായ ആക്രമണത്തെ അദ്ദേഹം ഉജ്ജ്വലമായ സേവുകളിലൂടെ പ്രതിരോധിച്ചു. ഇനി അടുത്തത് രണ്ടാം പകുതിയിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ ഷെൽഡറോപ്പ്. അദ്ദേഹമാണ് ഈ മത്സരത്തിലെ എക്സ് ഫാക്ടറായി മാറിയത്. ഹാലൻഡ് നേടിയ 2 ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയത് ഈ യുവ മിഡ്ഫീൽഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന പാസുകളും വേഗതയുമാണ് ബ്രസീലിന്റെ പ്രതിരോധ കോട്ട പൊളിക്കുവാൻ ഹാലൻഡിനെ സഹായിച്ച ഘടകം. അടുത്തയാൾ മാർട്ടിൻ ഓഡ്ഗാർഡ്. ക്യാപ്റ്റൻ എന്ന നിലയിലും മിഡ്ഫീൽഡർ എന്ന നിലയിലും ഓഡ്ഗാർഡ് കളം നിറഞ്ഞു കളിച്ചു. നോർവേയുടെ മധ്യനിരയെ നിയന്ത്രിക്കുവാനും ആക്രമണങ്ങൾക്ക് ദിശ നൽകുവാനും ഓഡ്ഗാർഡിന് സാധിച്ചു. ബ്രസീലിന്റെ കാസിമിറോ ഉൾപ്പെടുന്ന മധ്യനിരയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുവാൻ അദ്ദേഹം വലിയ പങ്ക് തന്നെ ഇന്ന് വഹിച്ചു. മറ്റൊരാൾ ക്രിസ്റ്റഫർ അജറാണ്. ആദ്യ പകുതിയിൽ ഒരു പെനാൽറ്റി വഴങ്ങേണ്ടി വന്നെങ്കിലും അതിനുശേഷം പ്രതിരോധ നിരയിൽ അജർ നടത്തിയ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കൂഞ്ഞ എന്നിവരുടെ അപകടകരമായ മുന്നേറ്റങ്ങളെ തടയുവാൻ അദ്ദേഹം പ്രതിരോധ നിരയെ ശക്തിയോടെ നയിച്ചു. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ഗോൾ ലൈൻ സേവിലൂടെ ടീമിന്റെ ലീഡ് നിലനിർത്തുവാനും അദ്ദേഹം പോരാടി. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ നോർവേയുടെ ഏറ്റവും വലിയ വിജയം അവരുടെ പ്രതിരോധ നിരയുടേതായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. ബ്രസീൽ പോലെ ഒരു ആക്രമണശേഷിയുള്ള ടീമിനെ 90 മിനിറ്റിലുടനീളം നിയന്ത്രിച്ചു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. ഓരോ ടാക്കിളും കൃത്യമായിരുന്നു, ഓരോ ക്ലിയറൻസും ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. ബോക്സിനുള്ളിലെ അനാവശ്യ പിഴവുകൾ അതിനൊന്നിനും അവർ അവസരമുണ്ടാക്കിയില്ല. ലോകോത്തര താരങ്ങളെ നേരിടുമ്പോൾ പോലും അവർ പരിഭ്രമിച്ചില്ല. അവരുടെ സെന്റർ ബാക്കുകൾ ശരീരശക്തിയും പൊസിഷനിങ്ങും ഒരുപോലെ ഉപയോഗിച്ചു. ബ്രസീലിന്റെ ഫോർവേഡുകൾക്ക് പന്ത് ലഭിച്ച നിമിഷം തന്നെ അവർ സമ്മർദ്ദം സൃഷ്ടിച്ചു. നോർവേയുടെ ആക്രമണ നിരക്ക് ലഭിച്ച അവസരങ്ങൾ തീരെ കുറവായിരുന്നു. പക്ഷേ ഓരോ അവസരങ്ങളും അവർ അത്യന്തം പക്വതയോടെ ഉപയോഗിച്ചു. ഇതാണ് ലോകോത്തര ടീമുകളുടെ ലക്ഷണം. 10 അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ 2 ഗോളാക്കി മാറ്റുന്നതല്ല മഹത്വം. 2 മികച്ച അവസരങ്ങൾ ലഭിച്ചാൽ അതിൽ നിന്ന് 2 ഗോളുകൾ നേടുകയാണ് യഥാർത്ഥ മികവ്. നോർവേ അതാണ് ചെയ്തത്. ബ്രസീലിന് പന്ത് ലഭിച്ചു, അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അവസാന 3-1 ആവശ്യമായ കൃത്യതയുണ്ടായിരുന്നില്ല. അവസാന പാസ് പലപ്പോഴും തെറ്റി. ചില ഷോട്ടുകൾ ലക്ഷ്യത്തിന് പുറത്തായി. ബ്രസീലിയൻ ഗോൾ കീപ്പറുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ചില നിർണായക സേവുകൾ നടത്തിയെങ്കിലും പ്രതിരോധത്തിന്റെ തുടർച്ചയായ സമ്മർദ്ദം കാരണം തനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഫുട്ബോളിൽ ഒരു ഗോൾ കീപ്പർക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയുകയില്ലല്ലോ. മത്സരം അവസാനിച്ചപ്പോൾ ഒരു കാഴ്ച ലോകമെമ്പാടുമുള്ള ആരാധകരുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. നോർവേ താരങ്ങൾ പരസ്പരം ചേർത്ത് പിടിച്ച് വിജയാഘോഷം നടത്തുന്നു. മറുവശത്ത് ബ്രസീൽ താരങ്ങൾ മൈതാനത്ത് നിശബ്ദരായി നിൽക്കുന്നു. ചിലരുടെ കണ്ണുകളിൽ കണ്ണുനീർ, ചിലർ മുട്ടുകുത്തി നിരാശയിൽ തലകുനിച്ചു, ചിലർ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്നു. കാരണം അവർക്കറിയാമായിരുന്നു ഇതൊരു മത്സരം തോറ്റതല്ല, 4 വർഷത്തെ സ്വപ്നമാണ് അവസാനിച്ചത്. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷകൾ അപ്പാടെ തകർന്നു വീണ രാത്രിയായിരുന്നു ഇത്. വേൾഡ് കപ്പിൽ നിന്നും ബ്രസീൽ പുറത്തായിരിക്കുന്നു. കുനിഞ്ഞ ശിരസുമായി ഫുട്ബോൾ ലോകത്തിലെ ഒരു വൻ ശക്തി പുറത്തേക്ക് പോകുമ്പോൾ ഒരു വലിയ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. 2014 ബ്രസീൽ സ്വന്തം നാട്ടിൽ നേരിട്ട ഒരു വലിയ ആഘാതം, പിന്നീടുള്ള ലോകകപ്പിലെ നിരാശകൾ, ഇപ്പോൾ നോർവയ്ക്കെതിരായ ഈ പുറത്താകൽ, ഇവയെല്ലാം ഒരേ ഒരു സന്ദേശമാണ് നൽകുന്നത്: ലോക ഫുട്ബോൾ മാറിക്കഴിഞ്ഞു. പേരിന്റെ മഹത്വം മാത്രം ഇനി മതിയാവുകയില്ല. ഓരോ മത്സരവും പുതുതായി ജയിക്കണം, ഓരോ എതിരാളിയെയും പുതുതായി ബഹുമാനിക്കണം. അതാണ് ഈ ലോകകപ്പ് വീണ്ടും പഠിപ്പിക്കുന്നത്. ബ്രസീലിന് ഇനി മുൻപിലുള്ള വെല്ലുവിളി ഈ തോൽവിയെ മറക്കുക എന്നുള്ളതല്ല, അതിൽ നിന്നും പാഠം പഠിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ മഹത്തായ ടീമുകളും ഒരിക്കൽ വീണിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ചാമ്പ്യന്മാർ വീണ്ടും എഴുന്നേറ്റവരാണ്.
ഈ തോൽവി ബ്രസീലിന്റെ ഒരു യുഗത്തിന്റെ അവസാനമാണോ അല്ലെങ്കിൽ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണോ? അതിന്റെ ഉത്തരം പറയുക വരുന്ന വർഷങ്ങളായിരിക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ രാത്രി ബ്രസീൽ ആരാധകർ ഒരിക്കലും മറക്കില്ല. 5 ലോകകപ്പ് കിരീടങ്ങളുടെ പാരമ്പര്യമുള്ള ബ്രസീൽ, ഒരു കാലത്ത് ലോക ഫുട്ബോളിനെ തന്നെ അടക്കി ഭരിച്ച ടീം. ഇനിയുള്ള നാളുകൾ കൂടുതൽ ജാഗ്രതയോടെ കളിയെ സമീപിച്ചില്ല എങ്കിൽ ആ പേരിന്റെ മഹത്വം അധിക നാൾ നീണ്ടു നിൽക്കില്ല. ഫുട്ബോൾ അത് ചിലപ്പോൾ വളരെ ക്രൂരമാണ്. 4 വർഷം തയ്യാറെടുക്കും, 100 കണക്കിന് പരിശീലന സെഷനുകൾ നടത്തും, 10,000 കിലോമീറ്റർ യാത്ര ചെയ്യും, ലക്ഷക്കണക്കിന് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കും. പക്ഷേ ഒരു രാത്രി, 90 മിനിറ്റ്, അതിലെ ചെറിയ ചില പിഴവുകൾ, അത്രമാത്രം മതി സ്വപ്നങ്ങളെല്ലാം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കളിയായി മാറുന്നത്.